بحب بصراحة هيدي كذبة كل شب بيقلي إني الأحلى والبنت اللي بيرتاحلها بيطلع كذاب. ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഞാൻ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേത്തെ വ്ളോഗാണ്. നാളെ നോമ്പാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇൻഷാല്ലാ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ തലേ ദിവസം കേട്ടോ, നാളാണ് നോമ്പ്. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് നാളെ താഴെ മുതൽ അങ്ങനെ വീഡിയോ എടുക്കാനാണ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇപ്പോൾ എന്തായാലും വീഡിയോസ് കുറച്ച് എടുക്കാൻ വിചാരിച്ചു. അത് പിന്നെ വേറെ വ്ളോഗിൽ ആഡാക്കണ്ടല്ലോ, ഇതിൽ തന്നെ ആഡാക്കിയാൽ മതി വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. നോമ്പിൽ തന്നെ എനിക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബിസിനസ് ആയിരുന്നു എക്സാം. ഇപ്പോൾ നാളെ ലീവ്, മറ്റന്നാൾ ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടന്ന് ഓടലാവും പഠിക്കണതിൻ്റെ. ഇംഗ്ലീഷായതുകൊണ്ട് കുറച്ച് എന്താ പറയുക ടൈമുണ്ട്, നാളെ പഠിച്ചാൽ മതി. പഠിക്കാൻ ടെക്സ്റ്റ് വായിക്കണമെന്നുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ പഠിക്കാനാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഈ വ്ളോഗ് ഇന്നിപ്പോൾ ഞാൻ 20 എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വ്ളോഗ് കണ്ടിന്യൂ 10 ടൈമിലേക്കും. അപ്പോൾ കാണാം. അപ്പോൾ അത്താഴത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറേ വ്ളോഗിൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ IP പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാണ്ടെന്ന്. അപ്പോൾ അതെന്തായാലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്താഴത്തിനെടുത്ത സീൻസാണ്. നമ്മളൊരു 4:30 ആ ഒരു ടൈമിൽ, 4:30 അല്ല, ഒരു 4:15 ആകുമ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് നേരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ നീച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈമുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നീച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ധൃതിയാവും. അത്താഴം കഴിച്ച് കഴിഞ്ഞു. നമുക്ക് ബാങ്ക് കൊടുക്കുന്ന വരെ ഓതാന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മിനെ ഉറക്കെല്ലാം കഴിഞ്ഞ് പിന്നെ നീച്ചിട്ട് ളുഹർ നിസ്കരിച്ച് കുറച്ച് നേരം ഇരുന്ന് ഓതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി നിൽക്കണേ. കിച്ചണിലേക്ക് മമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ പോണതിന് മുന്നേ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിന്നും മോനും കൂടെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ നോമ്പൊക്കെ എടുത്ത് സ്കൂളിൽ പോയി ആകെ ക്ഷീണിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്കുള്ള പണിയെന്ന് വെച്ചെങ്കിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ. എനിക്ക് അങ്ങനെ അടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അത് അടിച്ച് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാലാണ് ടൈം ആകുമ്പോഴത്തേനും തണുക്കുള്ളൂ. പിന്നേക്ക് 1-2 ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതുപോലത്തെ സാൻഡ്വിച്ചും അതേപോലെ മമ്മപ്പുറത്ത് ചിക്കൻ കറിയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ചുട്ടുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ടൈം ആവാറായപ്പോൾ പിന്നെ ഞാൻ ജ്യൂസൊക്കെ ജഗ്ഗിലേക്കൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. بصراحة بطيبة قلبه مش موجود. മമ്മയാണെങ്കിൽ ഇപ്പുറത്ത് ഓറഞ്ചിൻ്റെ വെള്ളം കലക്കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. حدي بيعمل لي شو ما بد عمري حد ومليان ورود لا حبيبي منه مثلن كلن لا محال جروحي من محلن وعيشني أحلى. This is my കുപ്പി. അങ്ങനെ ഞാൻ കുപ്പിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ നോമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും അതിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ നേരെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. وعيشني أحلى قصة حب
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നോമ്പുറക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. جوا القلب بنص القلب 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 القلب. അങ്ങനെ ഞങ്ങൾ നോമ്പുറക്കലും വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഇഷാവും അതേപോലെ തന്നെ ആദ്യത്തെ തറാവി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലത്തെ നോമ്പിലത്തെ ആദ്യത്തെ തറാവി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിച്ചു നോക്കി പഠിച്ചിട്ട് പിന്നെ IP പ്രൊജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. كذاب وما بينحب. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ചല്ലോ ചിക്കൻ കറിയും അതേപോലെ തന്നെ നാനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പെടുത്തോണ്ടൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ റമദാൻ ഡേ 1 വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ദിവസം ഏതെങ്കിലുമൊക്കെ ഒരു നോമ്പായിട്ട് ഞാൻ ഇനിയും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.